ഹലോ, ഞാൻ എൻ്റെ ലൈഫിലൊരു കുഞ്ഞി കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. എനിക്ക് 3 മക്കളുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പം ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. മൂത്തയാൾ ഈജിപ്തിൽ MBBS പഠിക്കുന്നു. രണ്ടാമത്തെ ട്വിൻസാണ്. ഒരാൾ ACCAക്ക് എറണാകുളത്ത് പഠിക്കുന്നു. മറ്റേ ഒരാൺകുട്ടിയാണ്. അവൻ ഗവൺമെൻറ് കോളേജ് പാലക്കാട് പഠിക്കുന്നു. അപ്പം ഇതാണ് എൻ്റെ ഫാമിലി. പിന്നെ ഞാനൊരു നേഴ്സായിട്ട് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലെ ജെഹ്റയിലാണ്. ബേസിക്കലി ഞാനൊരു നേഴ്സാണ്, പ്രൊഫഷണലി ഒരു നേഴ്സാണ്. എങ്കിൽ പോലും എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ കുറേ കാര്യങ്ങളിലൂടെയൊക്കെ പഠിക്കാൻ പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്താണ് മക്കളെ എൻ്റെ കൂടെ, ഞാനും മക്കളും കൂടെ താമസിക്കുന്ന, ഹസ്ബൻഡ് പുറത്ത് ജോലി ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് ചുമ്മാ ഇരുന്നപ്പോഴത്തേന് തയ്യൽ പഠിക്കണമെന്ന് തോന്നി. ഞാനപ്പം അടുത്തൊരു സ്റ്റിച്ചിങ് സെൻറ്ററിൽ പോയി തയ്യൽ കുറച്ച് പഠിച്ചു. ഒന്നും ഫിനിഷ് ആക്കത്തില്ല, കുറച്ച് പഠിച്ചപ്പോൾ തന്നെ എല്ലാം പഠിച്ചു എന്നുള്ളൊരു വിചാരത്തിൽ വീട്ടിൽ വന്നു. പെട്ടെന്ന് മെഷീൻ എടുത്ത് തയ്ക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ തയ്യൽ പഠിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ വേറൊരു ഡ്രസ്സ് മടക്കി വെച്ചിട്ട് അത് ട്രേസ് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ ഞാൻ ഇത് പഠിച്ചു കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ മക്കളുടെ ബർത്ത്ഡേ വരുമ്പോഴത്തേനും അപ്പോൾ എപ്പോഴും തയ്ച്ച അകമൊക്കെ സ്റ്റിച്ചിങ് ഒന്നും അത്ര ഇതല്ല, പക്ഷെ പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എൻ്റെ മക്കളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേനും ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സുകളാണ് ഇടിയിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ചോദിക്കും, അമ്മലു നിൻ്റെ ഡ്രസ്സ് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല, തലേദിവസം അറിയത്തുള്ളൂ, വാങ്ങിക്കുവാണോ അമ്മ സ്റ്റിച്ച് ചെയ്യുകയാണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഇറങ്ങി കഴിയുമ്പം നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അതായത് ഏറ്റവും പ്രൈസ് കുറഞ്ഞുള്ള ഇതെടുത്തിട്ട് ഞാൻ കുറച്ചൊക്കെ നന്നായിട്ട് ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാവർക്കും പറ്റും ഓരോ കാര്യം ചെയ്യേണ്ടത്. നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ എനിക്കൊരാഗ്രഹം വന്നു, ബ്യൂട്ടീഷ്യൻ പഠിക്കണമെന്ന്. നമുക്ക് ചെറുപ്പത്തിലേ നമുക്കങ്ങനെ ഒരു കലാവാസനയുണ്ട്. ചെറുപ്പത്തൊട്ടേ എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ കളർ ഇച്ചിരി ഫെയ്ഡ് ആയതുകൊണ്ട്, ഇച്ചിരി ബ്ലാക്ക് ആയതുകൊണ്ട്, ബ്ലാക്ക് മീൻസ് ഇരുനിറം ആയതുകൊണ്ട്, എനിക്കാണെങ്കിൽ ഒരു ഡ്രസ്സ് ഇടുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഒരു ശരിക്കും മനസ്സിലാവുമായിരിക്കും, ഇത് അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇത് റെസണേറ്റ് ആവുമായിരിക്കും. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ഒരുങ്ങി നടക്കണം. അപ്പോൾ പണ്ട് നമുക്ക് കുങ്കുമം ഉണ്ടല്ലോ, കുങ്കുമം ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റെഡ് കളറിൽ. അപ്പോൾ ആ കുങ്കുമം ഞാൻ പോകുമ്പോഴത്തേന് ചുണ്ടിൽ തേച്ചിട്ടൊക്കെ പോകും. അപ്പോൾ ചെറുപ്പം തൊട്ടേ അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ കുങ്കുമം ഇങ്ങനെ ഇട്ട്, പിന്നെ ഞാനിങ്ങനെ ഇവിടെ ബ്ലഷ് പോലൊക്കെ അന്നൊക്കെ എന്തോ ഒരു ഓർമ്മയിൽ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഈ മേക്കപ്പിൻ്റെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാണ് ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ചു. അത് നമ്മുടെ തന്നെ സഭയുടെ ഒരു സ്ഥലത്ത് തന്നെ പോയി പഠിച്ചു. അവിടെ പഠിച്ചു. പക്ഷേ എനിക്കിപ്പോഴും ഞാൻ ആലോചിക്കുക, പഠിച്ച് കുറച്ചായപ്പോഴത്തേന് തന്നെ എനിക്ക് സ്വന്തമായിട്ട് പാർലർ ഇടണമെന്ന് തോന്നി. ഞാൻ സ്വന്തമായിട്ട് പാർലർ വിട്ടു. ആ പാർലറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പം എൻ്റെ ലൈഫിൽ ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വന്നു. ചില രോഗങ്ങളിലൂടെയൊക്കെ ഞങ്ങളുടെ വീട് പോകേണ്ടി വന്നു. ആ സമയത്ത് എനിക്ക് നിർത്തുകയും അത് സ്റ്റോപ്പ് ചെയ്യാൻ മാത്രം നിവർത്തിയുള്ളായിരുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് എന്ത് പവറാണ് എന്നെ ആ പാർലർ ഇടാൻ പ്രേരിപ്പിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അന്നങ്ങനെ പാർലർ ഇട്ടു. എൻ്റെ പാർലറിൻ്റെ പേര് ഓഫീർ എന്നായിരുന്നു. നല്ല ചർച്ചിൽ നിന്നൊക്കെ വന്ന് നല്ല ഇനാഗ്രേഷനൊക്കെ ചെയ്തു, നല്ല കുഴപ്പമില്ലാതെ പോവുമായിരുന്നു. പെട്ടെന്നാണ് ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ വന്നപ്പം എനിക്ക് പാർലർ നിർത്തേണ്ടി വന്നു. കാരണം കുറേ ദിവസങ്ങൾ അടച്ചിടേണ്ടി വരുന്നു. വലിയ നഷ്ടത്തിൽ ഞാനും അത് നിർത്തി. പിന്നീട് പക്ഷേ എനിക്ക്
ആ സമയങ്ങളിൽ എനിക്ക് കുറച്ചൊക്കെ അതിൽ നിന്നുമൊക്കെ എനിക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം 2018 നിർത്തിയതാണ്. ഇപ്പം വർഷം കുറച്ചായി. ഇത്ര 7 വർഷത്തോളം ആകാൻ പോകുന്നു. എനിവേ, ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരു കാര്യത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ശക്തി അതിനെ നമ്മളെ പ്രേരിപ്പിക്കും, നമ്മളെ അത് ഫുൾഫിൽ ചെയ്യിക്കും. പിന്നെ ഇങ്ങനെ ഈ 2 കാര്യങ്ങൾ. പിന്നെ ഈ സ്റ്റിച്ചിങ് പഠിച്ച സമയത്ത് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പുറത്തിറങ്ങി ഇട്ടുണ്ടെങ്കിൽ ഒരു ചുരിദാറിൻ്റെ തുണി എടുത്തുകൊണ്ട് വരും. പിന്നെ അന്ന് എനിക്കിഷ്ടമുള്ള പോലെ തന്നെ അത് അന്ന് തന്നെ തയ്ച്ചിടും. പിന്നെ എനിക്കുള്ളൊരു ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിങ്ങനെ തുണികൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് കെട്ടി നമ്മുടെ വലിയ തയ്യക്കാരൊക്കെ കിട്ടുന്നത് പോലെ കട്ട് ചെയ്തതിന് ശേഷം കെട്ടി വെക്കും. അതെല്ലാം എടുത്ത് വെക്കും. ഒരു ദിവസം ഹസ്ബൻഡ് നോക്കുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ കെട്ടി വെച്ചേക്കും. ഇതാരെ കാണിക്കാനാന്ന് പറഞ്ഞു കുറച്ചൊക്കെ എടുക്കും, കുറേ എല്ലാം എടുത്ത് കളയും. അങ്ങനെയാണ് വലിയ പ്രഷറിലൂടെയാണ് ചില സമയങ്ങളിലൊക്കെ എൻ്റെ സ്റ്റിച്ചിങ് ലൈഫ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ സർവ്വസമയം നമുക്ക് ക്ഷീണമായിരിക്കും, ഉറക്കവും ക്ഷീണമായിരിക്കും. അത് കഴിഞ്ഞ് ഉണർന്നു കഴിഞ്ഞ് ഉച്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇത് തയ്ക്കാനുള്ളൊരു ടെൻഡൻസി വരുന്നത്. കേൾക്കുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ തോന്നുന്നവരുണ്ട്, ചില ലേസി ആയിട്ടുള്ളവർക്ക് ഇങ്ങനെയൊക്കെ. പിന്നെ ലേസിനെസ് അങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് എല്ലാം ചെയ്യാനായിട്ട്. പിന്നെ അടുത്ത വഴക്ക് കേൾക്കുന്നോടം വരെ അത് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഒരാൾ സ്റ്റിച്ചിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിലെല്ലാവരും സ്റ്റിച്ചിങ് പഠിക്കും. എൻ്റെ മെഷീനാണെങ്കിൽ എല്ലാവരും സ്റ്റിച്ചിങ്. ഹസ്ബൻഡ് കർട്ടൻസ് സ്റ്റിച്ച് ചെയ്യും. പിന്നെ എൻ്റെ മോളാണെങ്കിൽ ഉള്ള പാൻ്റെല്ലാം ഇതാക്കി ഓരോരോ ഡ്രസ്സ് ഡൈവർക്കുകൾ ചെയ്യും. പിന്നെ രണ്ടാമത്തെ ആളാണെങ്കിൽ പാവയ്ക്കും പട്ടിക്കും ഉള്ളത് തയ്ക്കും. മോനാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിനകത്ത് ചെയ്യും, കാരണം അതെങ്ങനെയും ഒന്ന് റിപ്പയർ ചെയ്യണം പുള്ളിക്കാരന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്റ്റോറീസാണ് ഞങ്ങളുടെ സ്റ്റിച്ചിങ് സ്റ്റോറീസ്. ഞാനീ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെല്ലാവർക്കും ആ ഒരു ഇൻട്രസ്റ്റ് ആയി തീരും. പിന്നെ ഞങ്ങൾ ഇന്ന് വരെ ശരിക്കും ഞാൻ എൻ്റെ പിള്ളേരുടെ ബർത്ത്ഡേക്ക് ഒരു 8-9 വർഷമായിട്ട് ഞാനൊരു ഡ്രസ്സ് അവർക്ക് ഞാൻ റെഡിമെയ്ഡല്ല വാങ്ങിച്ചത്, ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അന്ന് ആ ഫോട്ടോസൊക്കെ ഇത്രയൊന്നും യൂട്യൂബ് ചാനൽ തുടങ്ങണോ ഇല്ല ഇത് കീപ്പ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നില്ല. പക്ഷേ ഞാൻ ആ ഫോട്ടോസൊക്കെ ഞാൻ കീപ്പ് ചെയ്ത് തന്നെ. പലതും ബുദ്ധി ഉദിച്ച് വരുമ്പോൾ സമയം പോകും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ. അപ്പം ഞാൻ എപ്പോഴും ഓർക്കും, ചിലപ്പോൾ ഞാൻ ഓർക്കും ഇതൊക്കെ എന്തിനു പഠിച്ചത്, ഒരു പ്രയോജനമില്ലെന്ന് ചിലപ്പോൾ ഓർക്കും. ചില സമയങ്ങളിൽ ഈ റീസെൻ്റ്ലി ആയിട്ടുള്ള കുറേ നാളുകൾ അങ്ങനെ ഓടും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഒരു മെൻ്റലി നമുക്കൊരു പെട്ടെന്നൊരു ഏർജ് തോന്നിയിട്ട് ഇത് ചെയ്യണം എന്നുള്ളൊരു പെട്ടെന്ന് തോന്നി ആ സമയത്ത് ചെയ്താൽ അതങ്ങ് ചെയ്യും. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേന് എനിക്കൊരു മെഷീൻ വാങ്ങണമെന്ന് തോന്നി. വേറൊന്നുമല്ല, നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്ന ടൈമിൽ നമുക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. പിന്നെ അവർ പറയുന്ന റേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനോർത്ത് നമ്മുടെ സൗകര്യത്തിന് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കറിയാവില്ല, തയ്യൽ അറിയാമല്ലോ എന്നോർത്ത് ഞാനിവിടെ നിന്നൊരു മെഷീൻ വാങ്ങിച്ചു. ആ മെഷീൻ്റെ ഫോട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാം. ബ്രദേഴ്സിൻ്റെ ഒരു മെഷീൻ വാങ്ങിച്ച്, കുഴപ്പമില്ല, കാരണം അതിനകത്ത് എല്ലാ സ്റ്റിച്ചസും ഉണ്ട്. നമുക്ക് ചെറിയ എംബ്രോയ്ഡറി പോലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ശരിക്കും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കുറച്ച് തുണി കൊണ്ടുവച്ചിട്ടുണ്ട്. ഡ്യൂട്ടി ഇതൊക്കെ കഴിയുമ്പോൾ മടിയായതുകൊണ്ടാണ് ചെയ്യാത്തത്. എനിവേ, ഞാൻ പറയുന്നത് നമുക്കെല്ലാവർക്കും പറ്റും, നമുക്കെല്ലാവർക്കും എല്ലാം ചെയ്യും. എനിക്കെല്ലാ ഫുൾ സ്റ്റിച്ചിങ് ഒന്നും അറിയത്തില്ല, പക്ഷേ കുഞ്ഞ് ഡ്രസ്സുകളെ, എൻ്റെ ചുരിദാറുകളെ പിന്നെ ഓൾട്രേഷൻ ചെയ്യാൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് പറ്റും. നമുക്കെല്ലാവർക്കും അത് ചെയ്യാൻ പറ്റും. നമ്മൾ പറയണം എനിക്കത് ചെയ്യാൻ പറ്റും.